മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. മഹദി പറയുകയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ലാ സ്വലാത്ത ബിഹദ്റത്തി തുആമിൻ, ഭക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നിസ്കാരമില്ല. അഥവാ ഖളാ ആവാത്ത സമയമാണെങ്കിൽ, ഭക്ഷണം വിളമ്പി വെച്ച സമയമാണെങ്കിൽ, പാകമായിട്ടുണ്ട്, ആ സമയത്ത് നിസ്കരിക്കലല്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷമേ നിസ്കരിക്കാവൂ. വലാ ഹുവ യുദാഫിഉഹു അൽ അഖ്ബസാനി, ബാത്റൂമിൽ പോകാനുള്ള തോന്നുന്നുണ്ടെങ്കിൽ, അഷ്ടിക്കാനോ മുദ്രിക്കാനോ തോന്നുന്ന സമയത്ത്, ആ സമയത്തും നിസ്കാരമില്ല. വുളൂ ഉണ്ട്, ആ സമയത്താണ് ബാത്റൂമിൽ പോകാൻ തോന്നുന്നത് എങ്കിൽ ഏതായാലും വുളൂ ഉണ്ടല്ലോ, വേഗം നിസ്കരിച്ച് ബാത്റൂമിൽ പോകാലോ എന്നല്ല മനസ്സിലാക്കേണ്ടത്. ബാത്റൂമിൽ പോയി എല്ലാം കഴിഞ്ഞ് റാഹത്തായതിന് ശേഷം നിസ്കരിക്കുക. അതല്ലാതെ നിസ്കാരം കഴിഞ്ഞ് റാഹത്തായിട്ട് ബാത്റൂമിൽ പോകലല്ല ശരിയെന്ന്.